ഹലോ ദിസ് ഈസ് യഷാദ് അലി. ഹോപ്പ് യു ആർ ആൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഡി ടിയുടെ അമെൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ ഡി ടിയുടെ അമെൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഡി ടിയുടെ കുറച്ച് അമെൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ജൂൺ 2025 CMA ഇൻ്റർ, മെയ് 2025 CA ഇൻ്ററിൻ്റെ ഡി ടിയിൽ വന്ന അമെൻമെൻറ്റ്സ് റിലേറ്റഡ് അമെൻമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ ടോപ്പിക്സ് ഒന്നും ഇല്ല, മേജറായിട്ട് വന്ന അമെൻമെൻറ്റ് ക്യാപിറ്റൽ ഗെയിനിലല്ലേ. അപ്പോൾ വി ആർ ഡിസ്കസിങ് ക്യാപിറ്റൽ ഗെയിനിൽ ആ ഇൻഡെക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്, രണ്ടും സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഇൻഡെക്സേഷൻ്റെ ആ ഒരു അമെൻമെൻറ്റ് വരുന്ന പക്ക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ അഗെയിൻ ഞാൻ പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ മാനേജബിൾ അമെൻമെൻറ്റ്സ് ആണ്, സാധാരണ എപ്പോഴൊക്കെ വരുന്ന അമെൻമെൻറ്റ്സ് ആണ്. ക്യാപിറ്റൽ ഗെയിനിലായിരുന്നു ക്രൂഷ്യൽ ആയിട്ടുള്ള അമെൻമെൻറ്റ്സ്. അപ്പോൾ ആ അമെൻമെൻറ്റ് വീഡിയോ കാണാത്തവർ ആദ്യം അത് പോയി കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. Question number 1. Mr. Gopal, a resident individual, acquired a house property for 7 lakh during previous year 1980-83. Okay, previous year നോക്കണേ, 1980-83. അപ്പോൾ 2001 മുന്നിലുള്ളതാണ്. ഓക്കെ, ആൻഡ് പെയ്ഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി റുപ്പീസ് 1,50,000 അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓഫ് പ്രോപ്പർട്ടി. അപ്പോൾ അന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടി 1,50,000 കൊടുത്തിരുന്നു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്. ഈ ഹിങ്കേർഡ് ഫോളോയിങ് എക്സ്പെൻസസ് ഫോർ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് 96, 97, 12, 13, 23, 24 3 കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, FMV ആസ് ഓൺ 1/4/2001 നമ്മളെ ബേസ് ഇയറിലെ ഫെയർ മാർക്കറ്റ് വാല്യൂ 18,20,000 ആണ്. അവിടുത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 16 lakh ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എടുക്കുമ്പോൾ ഇവിടെ കുറേ കോസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ആക്ച്വൽ കോസ്റ്റ് നമ്മളെങ്ങനെ ആ ഒരു സംഭവം അറിയുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത് ഹയർ ഓഫ് ദി ഫോളോയിങ്, അതായത് ഹയർ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓർ ലോവർ ഓഫ് FMV ഓർ SDV, അങ്ങനെയല്ല നമ്മൾ എടുക്കുക. ഓക്കെ, ഹയർ ഓഫ് ആക്ച്വൽ കോസ്റ്റ് വിൽ കമ്പയർ വിത്ത് എന്ത് വെച്ചാൽ ആക്ച്വൽ കോസ്റ്റ് ഏതുമായിട്ട് കമ്പയർ ചെയ്യും, നമ്മുടെ FMV SDV ആയിട്ട് കമ്പയർ ചെയ്യും. FMV SDVയിൽ ലോവർ ഏതാണോ അത് ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് അതിൽ ഹയർ ഏതാണോ അതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാറ്. ഓക്കെ, ഈ പ്രൊവിഷൻ അറിഞ്ഞു വെക്കണേ. ഇനി അടുത്ത ചെയ്യാവുന്ന ക്വസ്റ്റ്യനിൽ അതുണ്ടോ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കാം. മിസ്റ്റർ ഗോപാൽ സോൾഡ് ദിസ് പ്രോപ്പർട്ടി ആസ് ഓൺ 10/12/2024 ഫോർ ₹12,00,000 1,25,00,000 സോറി 1,25,00,000. ഓക്കെ, സോൾഡ് ചെയ്ത ഡേറ്റ് നോക്കണേ, 10/12/2024. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഡിസംബറിലാണ് എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മേലെ വാങ്ങിച്ച പ്രോപ്പർട്ടിയാണ് അയാൾ സെയിൽ ചെയ്യുന്നത്. ഗോപാൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ഈസ് 10 lakh. അയാൾക്ക് ഒരു അതർ സോഴ്സ് ഇൻകം ഉണ്ട് 10 ലക്ഷം. കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം. സോ ഒരു റിക്വയർമെൻറ്റ് ടോട്ടൽ ഇൻകം കാണാനും ടാക്സ് ലയബിലിറ്റി കാണാനും രണ്ടാമത്തെ റിക്വയർമെൻറ്റ് ടാക്സ് എത്രയെന്നുള്ളത് കാണാം. അസ്യൂം ഹി ഓപ്റ്റഡ് ഔട്ട് ഫ്രം സെക്ഷൻ 115 BAC. ഓപ്റ്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, 115 BACയിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്ത് പുറത്തോട്ട് വന്നു. അതിനർത്ഥം ഇയാൾ ഏത് റെജീമിനനുസരിച്ചാണ് പോവുക, ഓൾഡ് റെജീം. ഇപ്പോൾ സ്ലാബ് എത്രയാണ്, 2.5ൻ്റെ സ്ലാബ് ആയിരിക്കും വരിക. ഈ വേർഡിങ്സ് വളരെ അഗെയിൻ പറയുന്ന സാധനമാണ് ആ വേർഡിങ്സ്. ഏത് റെജീമാണെന്നുള്ളത് ഇത് ഭയങ്കര ട്രിക്കി ആയിട്ട് വരാം. ഷിഫ്റ്റഡ് ഔട്ട്, ഓപ്റ്റഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചുരുക്കി ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഇയാൾ 7 ലക്ഷത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരുന്നു 1982-83. 1.5 ലക്ഷം സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ താഴെ പറഞ്ഞ എക്സ്പെൻസുകൾ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സ്പെൻസുകൾ നടന്നിട്ടുണ്ട്. പിന്നെ അയാൾ ഈ അതിൻ്റെ FMV, അതായത് ആ 2001 ബേസ് ഇയറിൽ FMV 18,20,000 ആണ്. അന്നത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 16 lakh ആണ്. ഗോപാൽ ഈ പ്രോപ്പർട്ടി സോൾഡ് ചെയ്തിട്ടുണ്ട്. സോൾഡ് ചെയ്തത് 1,25,00,000 10/12/2024 സോൾഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഗോപാലിന് ഒരു അതർ സോഴ്സ് ഇൻകം ഉണ്ട് ആ വർഷം 10 ലക്ഷം. അയാൾ ടോട്ടൽ ഇൻകം കാണുക, ടാക്സ് ലയബിലിറ്റി കാണുക. അയാൾ 115 BAC ഓപ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങളോട് വിചാരിക്കാൻ പറഞ്ഞു. CI കോസ്റ്റ് ഇൻഫ്ലക്ഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്, 2000 ബേസ് ഇയറിൽ ഉണ്ട്. 2012-13 ആട്ടത്, 12-13, 23-24 ആൻഡ് 24-25 നോക്കാം. അപ്പോൾ വായോ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗെയിൻസ് ഫോർ അസസ്മെന്റ് ഇയർ 25. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ കാണുമ്പോൾ ഇപ്പോൾ ഇൻഡെക്സേഷൻ കിട്ടുമോ ഇല്ലയോ? ഇല്ല. സോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ ഇൻഡെക്സേഷൻ ഇല്ലാതെ ആയിരിക്കണം നമ്മളുടെ കാൽക്കുലേഷൻ ചെയ്യാൻ. ഇനി ഇൻഡെക്സേഷൻ കിട്ടും എന്ന് സാറ് മറ്റേ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, എപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ടാക്സ് ഇൻഡെക്സേഷൻ വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ അത് അടച്ചാൽ മതി എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറവാണെങ്കിൽ അടച്ചാൽ അപ്പം നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്ത് നോക്കേണ്ടി വരും. യെസ്, ഇഫ് ദാറ്റ് കണ്ടീഷൻസ് ഈസ് സാറ്റിസ്ഫൈഡ്. ഏത് കണ്ടീഷൻ? അയാൾ റെസിഡൻ്റ് ആയിരിക്കണം, റെസിഡൻ്റ് ഇൻഡിവിജ്വൽ HUF ആയിരിക്കണം, 23/7/2024 ശേഷമുള്ള ട്രാൻസ്ഫർ ആണ്, അതിന് മുന്നേ വാങ്ങിയ ഡേറ്റ് ഓഫ് അക്വിസിഷൻ അതിന് മുന്നേ ആണ്. ഇതൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം,
അതും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ നോക്കാം. 23/7 ആ ഡേറ്റിന് അന്നേ ഞാൻ പറഞ്ഞത് നല്ല പ്രാധാന്യമുണ്ട്. 23/7/24 ഇതിന് ശേഷമാണോ ട്രാൻസ്ഫർ? യെസ്, അതിന് ശേഷമാണ് ട്രാൻസ്ഫർ. ഓക്കെ. ഇതിന് മുന്നേ ആണോ പർച്ചേസ്? യെസ്, ഇതിന് മുന്നേ ആണ് പർച്ചേസ്. ഇയാൾ റെസിഡന്റ് ആണോ? യെസ്, റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്. സോ ഇമ്മൂവൽ പ്രോപ്പർട്ടി ആണോ? അതും കൂടി ഉണ്ട് ഒരു കണ്ടീഷൻ. ഇമ്മൂവൽ പ്രോപ്പർട്ടി ആണോ ഇത്? യെസ്, ഇറ്റ് ഈസ് എൻ ഹൗസ് പ്രോപ്പർട്ടി ആണ്. സോ ഇമ്മൂവൽ പ്രോപ്പർട്ടി ആണ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ ഇൻഡെക്സേഷൻ വെച്ചിട്ടും ടാക്സ് റേറ്റിന്റെ കാൽക്കുലേഷൻ വരും. ഇവിടെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ അതൊന്നും പറയുന്നില്ലെങ്കിലും നമ്മൾ ആൻസർ ചെയ്യുമ്പം അതും കൂടി ചെയ്യേണ്ടി വരും. ഇത് ശ്രദ്ധിക്കുക. കാരണം ജസ്റ്റ് നമ്മളെ നോർമൽ രീതിയിൽ അക്വസിഷൻ ഇങ്ങനെ കണ്ടുകഴിഞ്ഞ് വെച്ചാൽ ഇൻഡെക്സേഷൻ ഇല്ലാത്തതുകൊണ്ട് എളുപ്പമായി, അതായത് ഡയറക്റ്റ് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ കാൽക്കുലേഷനും കൂടി നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് വലിയ അമെൻമെന്റ്. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ മാർക്ക് ഫുള്ള് പോയി, കയ്യിൽ നിന്ന് പോയി. ഓക്കെ, സോ നമുക്ക് ആൻസറിലോട്ട് ചെയ്ത് നോക്കാം. വായോ. യെസ്, സോ സെയിൽ കൺസിഡറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 1,25,00,000. അപ്പോൾ എക്സ്പെൻസ്, ട്രാൻസ്ഫർ എക്സ്പെൻസ് ഒന്നും ഇല്ല, സോ ഇതിനില്ലാണ്. നെക്സ്റ്റ് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടെത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 7 ലക്ഷം പ്ലസ് 1.5 ലക്ഷം, അതായത് 8 ലക്ഷത്തി 8.5 ലാക്ക് ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ FMV 18,20,000 ആണ്, 16 ലാക്കാണ്. അപ്പോൾ ഇതിന് കമ്പയർ ചെയ്തെടുക്കണം. അറിയാലോ, കമ്പയർ ചെയ്യുന്നത് അറിയുന്നു വിചാരിക്കുന്നു. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 8,50,000 ആണ്, FMV 18.2 ആണ്, SDV 16 ആണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഹയർ ഓഫ് ഏത് കോസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. ഏത്? FMV SDV. ഇതിലേതാണോ ലോവർ അത് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യും. ഇതിലേതാ ലോവർ? SDV അല്ലേ? ഇത് ഓർ ഇത്, വിച്ച് എവർ ഈസ് ഹയർ. ഏതാ ഹയർ? 16 ലാക്ക്. സോ ഏതായിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ? 16 ലാക്ക്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഇത് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തിലോട്ട് പോട്ടെ. അടുത്തത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നമ്മൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് 12, 13, 23, 24 രണ്ട് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. വെരി സിമ്പിൾ. രണ്ടും മൈനസ് ചെയ്യണം. മൈനസ് ചെയ്ത് ഡയറക്റ്റ് നമ്മളെ CIA ഒന്നും എടുക്കില്ലല്ലോ, ഡയറക്റ്റ് മൈനസ് ചെയ്ത്. സോ വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഡയറക്ട്ലി കിട്ടും 10,15,000. ഓക്കെ, 10,15,000 അല്ലല്ലോ, 1,50,000. സോ എനിക്ക് ഈ സീറോസ് വരുമ്പോഴേ ഭയങ്കര മിസ്സിങ് ആണ്. കാൽക്കുലേഷൻ കറക്റ്റ് തന്നെയല്ലേ? നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. 1,25,00,000 മൈനസ് 16 ലക്ഷം മൈനസ് 4 ലക്ഷം മൈനസ് 3,50,000 ഈക്വൽ ടു 1,01,50,000. കറക്റ്റ്. ഓക്കെ, സോ വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. One second. Okay, so we'll get 1,01,50,000. ഓക്കെ, കറക്റ്റ് ആണ്. ഇതുവരെ ഉള്ളത് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലല്ലോ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുത്തു, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എടുത്തു. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. അത് അറിയണ കേസാണ്, വേഗം പറയേണ്ട ആവശ്യമില്ല. അതായത് ഇവിടെ നോക്കിക്കേ, 3 കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ. അതെന്താ സാറേ ഇതെടുക്കാഞ്ഞ്? ഇതെന്താ ഒറ്റയാനായോ? വേറെ ആക്കി തിരിച്ചിരിക്കണേ? ഏട്ടോ, ഇത് 2001 മുന്നുള്ളതല്ലേ. 2001 മുന്നുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ എടുക്കില്ല എന്നൊരു പ്രൊവിഷൻ ഇല്ലേ, എടുക്കില്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. ഓക്കെ, ബാക്കി രണ്ടും എടുത്ത്. ബാക്കി ഇതുവരെയുള്ള പെർഫെക്റ്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ക്ലിയർ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഡയറക്റ്റ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുകൂടെ? അണ്ടർ സെക്ഷൻ 112. യെസ്, ലോങ് ടേം ക്യാപിറ്റൽ. അപ്പോൾ നെറ്റ് ടാക്സബിൾ ഇൻകം ചോദിക്കുകയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അണ്ടർ സെക്ഷൻ 112 IFOs നമുക്കൊരു 10 ലാക്ക് ഉണ്ട് എന്ന് പറയുന്നത്. സോ നെറ്റ് ടാക്സബിൾ ഇൻകം ഈസ് 1,11,50,000. ഓക്കെ, ഇതിങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കണം, എന്നാലേ മാർക്ക് കിട്ടും. അതാണ് DTയിലൊക്കെ പല ആൾക്കാർക്കും മാർക്ക് കൊള്ളിയാറ് റീസൺ. ആ പ്രസന്റേഷൻ ഭംഗി അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. കറക്റ്റ് ഇതിങ്ങനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സെപ്പറേറ്റ് കാണിക്കണം, നെറ്റ് ടാക്സബിൾ ഇൻകം സെപ്പറേറ്റ് കാണിക്കണം. ഇതൊന്നും ഒരു ഭയങ്കര ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയല്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രസന്റേഷൻ സ്റ്റൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്ക് വികാൻ ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടാക്സ് ലയബിലിറ്റി കാണാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ അമെൻമെൻറ്റ് അനുസരിച്ച് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് എത്രയാടാ? 12.5%. സോ ഡയറക്ട്ലി 12.5% ഹിറ്റ് ചെയ്താൽ മതി. നമുക്ക് എത്രയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് അറിയാം. 10 ലാക്ക് 1,50,000 ആണ്. അതേ ഇൻറ്റു 12.5% ഡയറക്റ്റ് ഹിറ്റ് ചെയ്തു. സോ വി ഗെറ്റ് 12,68,750. ഓക്കെ, അതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആസ് പെർ നമ്മുടെ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് വിത്തൗട്ട് ഇൻഡെക്സേഷനിലെ ബെനിഫിറ്റോട് കൂടിയിട്ടുള്ള ടാക്സ്. നമുക്ക് വേണമെങ്കിൽ ഇഫ് ദാറ്റ് കണ്ടീഷൻസ് ഈസ് 4 കണ്ടീഷൻസ് ഈസ് സാറ്റിസ്ഫൈഡ്, നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇത് ഇമ്മൂവൽ പ്രോപ്പർട്ടി ആണ്, ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലും ആണ്. ആഫ്റ്റർ 23/7 ട്രാൻസ്ഫർ നടന്നത്. ബിഫോർ 23/7 വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇൻഡെക്സേഷൻ വെച്ചും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ആ കാൽക്കുലേഷൻ നമ്മൾ പിന്നെ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, താഴെ നോട്ടിൽ അതിൻ്റെ കാൽക്കുലേഷൻ അവിടെ ചെയ്യുന്നുണ്ട്, ഇൻഡെക്സേഷൻ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ.
അപ്പം 1,25 lakh നമ്മളുടെ പ്രോപ്പർട്ടിയുടെ ഫെയർ വാല്യൂ കൺസിഡറേഷൻ. അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം. സോ എല്ലാം ഇൻഡെക്സ് ചെയ്യുക. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 16 lakh നമുക്ക് ഓൾറെഡി അറിയാം. അത് ഇൻഡെക്സ് ചെയ്ത് ആ പീരിയഡത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ച് ഇംപ്രൂവ്മെന്റും ഇൻഡെക്സ് ചെയ്ത് സെയിം ആ പീരിയഡ് അതാ 100 ബേസ് ഇയർ, പിന്നെ 200 ആ ഇൻഡെക്സേഷൻ നടന്ന ആ വർഷത്തെ 200, പിന്നെ 348 ലേസ്റ്റ് ചെയ്താണ്. അപ്പോൾ ജസ്റ്റ് നമുക്കറിയാം ഇൻഡെക്സ് ചെയ്ത് ഒക്കെ ഇൻഡെക്സ് ചെയ്ത് ഞാൻ മൈനസ് ചെയ്തപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എനിക്ക് കിട്ടിയത് 56,914 എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കിട്ടിയത്. ഇത് പ്രശ്നമില്ലല്ലോ. ഇതാണ് നമ്മൾ മുമ്പ് കഴിഞ്ഞ വർഷം വരെ ചെയ്തിരുന്ന കാൽക്കുലേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നേരിട്ട് 20% അപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇതും കാൽക്കുലേറ്റ് ചെയ്യണം, അതും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് പറയുന്നത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം ഡെഫിനറ്റ്ലി. അമെൻമെന്റ് വന്നു കഴിഞ്ഞാൽ അമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. സോ ഇവിടെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ ഓടിയും റിക്വയർമെന്റ് പറയുന്നില്ല നിങ്ങളോട് ചെയ്ത് നോക്കാൻ, ഇൻഡെക്സേഷൻ വെച്ചും കൂടി ചെയ്ത് നോക്കാൻ ഓടിയും പറയൂല. നമ്മൾ എക്സ്ട്രാ എടുത്ത് ചെയ്യേണ്ടി വരും. അത് ചെയ്തില്ലെങ്കിൽ മാർക്ക് കംപ്ലീറ്റ്ലി പോകും. കാരണം ടാക്സ് ബെനിഫിറ്റ് നോക്കണ്ടേ. നമ്മളെപ്പോഴും ആൻസർ ചെയ്യേണ്ടത് ടാക്സ് കുറക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഇവിടെ ചിലപ്പോൾ ടാക്സ് ഇതിൽ കുറയും. അപ്പം നമ്മൾ ഇത് ചൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 56,914 20% എടുക്കുമ്പോൾ എത്ര കിട്ടുക? 11,20,183. ഇപ്പോൾ ഇതിൽ കുറവുള്ളത് എടുത്ത് അടച്ചാൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറവുള്ളതാണ് നമ്മളെ ടാക്സ് ആയിട്ട് വരിക. വെരി സിമ്പിൾ. ജസ്റ്റ് ആ കാൽക്കുലേഷൻ എക്സ്ട്രാ വരും എന്ന് മാത്രമേ ഉള്ളൂ. കമ്പയർ ചെയ്യണം എന്നുള്ളൊരു കേസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ദെൻ നമ്മുടെ ബാക്കി ഇൻകം 10 lakh ഉണ്ട്. 10 lakh നോർമൽ പ്രൊവിഷനിലാണ് ഇതാക്കുക. കാരണം വേറെ സ്പെഷ്യൽ റേറ്റിൽ വരുന്ന സാധനമൊന്നുമല്ലല്ലോ. സോ അത് നമ്മളെ സ്ലാബ് റേറ്റ് എങ്ങനെയായിരുന്നു? നമ്മുടെ ഓൾഡ് അല്ലേ? അങ്ങനെ 105 BSc ഓപ്റ്റ് ഔട്ട് ചെയ്താലേ 2,50,000, 2,50,000 to 5 lakh, 5 lakh to 10 lakh. 10 lakh കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ 1,12,500 ആണ് ടാക്സ് വരിക അല്ലേ? നോക്കടാ, ആദ്യത്തെ 2 ലക്ഷത്തിന് ഇല്ല, അടുത്ത 2 ലക്ഷത്തിന് 5.5%, അടുത്ത 5 ലക്ഷത്തിന് 10%, സോറി 20%. സോ 1,00,000 അങ്ങനെ ടോട്ടൽ ടാക്സ് ഈ രണ്ടും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ ടാക്സ് 12,32,683 വരും. ഇവിടെ നമ്മൾ ടോട്ടൽ ഇൻകം നമ്മളെ 1 crore എക്സൈഡ് ചെയ്തുകൊണ്ട് തന്നെ 15% സർചാർജ് ഹിറ്റ് ചെയ്യും. ഇതും പല ആൾക്കാരും ചെയ്യാറില്ല. കാരണം സർചാർജ് പല ആൾക്കാരും പഠിക്കാറില്ല. വെരി ഡേഞ്ചറാണ്. സർചാർജ് പഠിച്ചേ പറ്റൂ. സർചാർജിൻ്റെ ഫുൾ കാൽക്കുലേഷൻ പഠിച്ചേ പറ്റൂ. കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളുടെ ഓർമ്മയിൽ സർചാർജും കൂടി വന്നിരിക്കണം. ഡെഫിനറ്റ്ലി വന്നിരിക്കണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സർചാർജിൻ്റെ കേസ് 15% അപ്ലൈ ആവും. സോ അത് അപ്ലൈ ചെയ്ത് ടോട്ടൽ ടാക്സ് കിട്ടി. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% എടുത്ത് നെറ്റ് ടാക്സ് ലയബിലിറ്റി കിട്ടി. പല ആൾക്കാരും ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയാണ്, നെറ്റ് ടാക്സ് ലയബിലിറ്റി റൗണ്ട് ഓഫ് ചെയ്യില്ല. റൗണ്ട് ഓഫ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ റൗണ്ട് ചെയ്യാനും മറക്കരുത്. റൗണ്ട് ചെയ്തിട്ട് താഴെ എടുത്ത് എഴുതണം. അതിനൊരു പ്രസൻറ്റേഷൻ സ്റ്റൈലാണത്. ആക്ച്വലി പ്രസൻറ്റേഷൻ്റെ വലിയൊരു സംഭവമാണത്. സോ ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ ഐ തിങ്ക്. പക്ഷേ കാൽക്കുലേഷൻ വർക്ക് എക്സ്ട്രാ ചെയ്യേണ്ടിയുണ്ട്. ഇൻഡെക്സേഷൻ വെച്ചും കൂടി ചെയ്യേണ്ടി വരും. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അമെൻമെൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിന് കൂടി കുറച്ചൊരു വേർഷൻ കൂടി ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത നോട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഓഫ് ട്രാൻസ്ഫേഴ്സ് എനി മൂൾ പ്രോപ്പർട്ടി അക്വയർഡ് ബിഫോർ 23/7/2024 ദ ടാക്സ് കാൽക്കുലേറ്റഡ് ഓൺ LTCG at the new rate 12.5% without indexation is higher than tax calculated on LTCG at the older rate, then excess tax is ignored. In other words, the assessee is required to pay 12.5% without indexation or with indexation whichever is lower. ആ കാര്യം പറഞ്ഞാണ്. അതായത് ഇങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 20% വിത്ത് ഇൻഡെക്സേഷനോ 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷനോ വിച്ചെവർ ഈസ് ലോവർ ടാക്സ് കൊടുത്താൽ മതി എന്നുള്ള കേസ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അഗെയിൻ പറയുന്നു, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും വരാച്ചാൽ യു ക്യാൻ കോൺടാക്ട് മീ. ഐ ആം ജസ്റ്റ് ഗിവിംഗ് യുവർ വാട്സപ്പ് നമ്പർ ഹിയർ. മൈ വാട്സപ്പ് നമ്പർ ഈസ് 8943081450. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എന്നെ കിട്ടും. വിളിക്കേ വാട്സപ്പ് അയക്കുക, എന്തായാലും വേണ്ടിയില്ല, നിങ്ങളിഷ്ടം. ഐ വിൽ ബി അവൈലബിൾ ഫോർ യു. ഓക്കെ. ഷാൽ വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. കുറച്ചും കൂടി ലെങ്തി ക്വസ്റ്റ്യൻ. ലെങ്തി അല്ല, കുറച്ചും കൂടി ഐറ്റംസ് കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ. ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റ്യൻ മാത്രമേ അമെൻഡഡ് സെഷനിൽ ഇട്ടിട്ടുള്ളൂ. പിന്നെ ക്യാപിറ്റൽ ഗെയിനിൽ ഒരു മറ്റേ ബൈബാക്കിൻ്റെ ഒരു സാധനം. പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി കിട്ടിയില്ല. ബൈബാക്ക് സിമ്പിളാണ്. അമെൻമെൻറ്റ് വീഡിയോ കണ്ടാൽ തന്നെ മതി. അതിൽ പറഞ്ഞാൽ സിമ്പിൾ ആയാലും വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് ബൈബാക്ക് പ്രൈസ് എത്രയാണ് അതാണ് IFOs ആയിട്ട് കയറുക. പിന്നെ ക്യാപിറ്റൽ ലോസ് എടുക്കുക എന്ന് പറയുന്ന പ്രൊവിഷൻ. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ്. അതാണ് വലിയൊരു അമെൻമെൻ്റ് ആയിട്ട് പിന്നെ ഉള്ളത്. ബാക്കിയൊക്കെ പിന്നെ TDSലുള്ള ട്രേഡ്സിൻ്റെ അമെൻമെൻറ്റും പിന്നെ സാലറിയിലുള്ള അമെൻമെൻറ്റും അതൊക്കെ എത്തുള്ളൂ. മീൻസ് ബേസിക്കലി മുമ്പൊക്കെയുള്ള സാധനങ്ങൾ തന്നെ വലിയ പ്രശ്നങ്ങളില്ല. ഇതായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്ന അമെൻമെൻറ്റ്. ഓക്കെ. നമ്മളത് വളരെ സാധൂകരിച്ചു, വളരെ വളരെ ചുരുക്കി, വളരെ 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 എളുപ്പമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. Priya has always been financially aware and strategic with her investment. In January 2022, she saw an opportunity in gold, purchased gold jewelry worth 3,25,000. So gold jewelry വാങ്ങി. Jewelry is a capital asset, right? Yes. വാങ്ങിയത് ജനുവരി 2022.
ബിലീങ് ഇറ്റ് വുഡ് ബി എ സേഫ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദി ഫ്യൂച്ചർ. അപ്പോൾ ഞാൻ വാങ്ങിയത് ജനുവരി 22-നാണ്, ജനുവരി 2022 3,25,000 വാങ്ങിയത്. ഇൻ ഒക്ടോബർ 2024, അതായത് ആഫ്റ്റർ 2 years, റൈറ്റ്, ഗോൾഡ് പ്രൈസസ് ഇൻക്രീസ്ഡ് ആൻഡ് ഷീ ഡിസൈഡഡ് ടു സെൽ ഹെർ ജ്വല്ലറി ഓൺ 31/1/2024. സോ ട്രാൻസ്ഫർ ചെയ്ത് ജ്വല്ലറി വിറ്റ ഡേറ്റ് 31/1/2024. വിറ്റത് 4,75,000 സെയിൽ ചെയ്തത്. സോ 3,25,000 വാങ്ങിച്ചു, 4,75,000 വിറ്റു. ഇൻഡെക്സേഷൻ ഒന്നും ഇല്ലല്ലോ, ഡയറക്റ്റ് മൈനസ് ചെയ്യാം. ഓക്കെ, ഷീ ഓൾസോ സോൾഡ് ഹൗസ് പ്രോപ്പർട്ടി. അത് മാത്രമല്ല, അയാളുടെ ഹൗസ് പ്രോപ്പർട്ടി അയാൾ വിറ്റത് 1/12/2024 ഫോർ 80 lakhs. സിമ്പിൾ പ്രോപ്പർട്ടിയാണ്, ഹൗസ് പ്രോപ്പർട്ടി 80 lakhന് വിറ്റു. STV ഓഫ് ദി പ്രോപ്പർട്ടി അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ വാസ് 90 lakhs. സോ എൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അറ്റ് ദ ടൈം ഈസ് 90 lakhs. ഷീ പർച്ചേസ് ദിസ് പ്രോപ്പർട്ടി ഓൺ 15/7/1998 ഫോർ 88 lakhs. പർച്ചേസ് ചെയ്തത് 15/7/1998 88 ലക്ഷത്തിനാണ് പർച്ചേസ് ചെയ്തത്. ദ FMV ഓഫ് പ്രോപ്പർട്ടി ഓൺ നമ്മൾ ബേസ് ചെയ്യാറുള്ള അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഈസ് 10.8 lakhs ആൻഡ് SDV അറ്റ് ദ ടൈം ഈസ് 10 lakhs. ഫെയർ മാർക്കറ്റ് വാല്യൂ 10.8 lakhs ആ ടൈമിലുള്ള STV 10 lakhs ആണ്. ഷീ ഹാഡ് ഇൻകേർഡ് ബ്രോക്കറേജ്, മിസ്റ്റേക്ക് ഉണ്ടോ, 88 lakhs തന്നെയാണോ നോക്കാം. ഷീ ഹാഡ് ഇൻകേർഡ് ബ്രോക്കറേജ് ആൻഡ് അതർ എക്സ്പെൻസ് അറ്റ് 1% ആൻഡ് പർച്ചേസ് പ്രൈസ് അറ്റ് ദാറ്റ് ടൈം. 1% ബ്രോക്കർ എക്സ്പെൻസ് ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ രണ്ട് പ്രോപ്പർട്ടി അവിടെ, ഒന്ന് പ്രോപ്പർട്ടി അല്ല, ഒരു ക്യാപിറ്റൽ അസറ്റ് ജ്വല്ലറിയും അടുത്ത ക്യാപിറ്റൽ അസറ്റ് ഹൗസ് പ്രോപ്പർട്ടിയും. സീസൺ ഇൻഡിവിജ്വൽ, റെസിഡന്റ് ഇൻഡിവിജ്വൽ, റൈറ്റ്, റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ ആ കാൽക്കുലേഷൻ അഗൈൻ ഇവിടെ വരും, കാരണം ഹൗസ് പ്രോപ്പർട്ടിൻ്റെ കേസിലെ ജ്വല്ലറിൻ്റെ കേസിലേ കിട്ടുമോ, ഇല്ല, മൂന്ന് പ്രോപ്പർട്ടി ഇല്ലല്ലോ. സോ ജ്വല്ലറിക്ക് അത് ഇൻഡെക്സേഷൻ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് കാൽക്കുലേഷൻ നമ്മളെ നോർമൽ. പക്ഷേ ഹൗസ് പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ രണ്ടിലും ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബി പെയ്ഡ്. ഇവിടെ ആകെ ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടർ ബേസിക് എക്സംഷൻ എക്സീഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ CIA തന്നിട്ടുണ്ട് 3 വർഷത്തെ. സോ ആദ്യം ജ്വല്ലറിൻ്റെ കാണാം. ജ്വല്ലറിൻ്റെ സിമ്പിൾ അല്ലേ, 4.75 3.25 മൈനസ് ചെയ്യുക, 4.75 3.25 മൈനസ് ചെയ്ത്, സോ വിൽ ഗെറ്റ് 1,50,000 ആസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലേ, മോർ ദാൻ 24 months ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് 1,50,000. ഇനി നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിൻ്റെ കേസിലോട്ട് വരുമ്പോൾ, ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇവിടെ നമ്മളെ വിറ്റത് എത്രക്കാം, സോൾഡർ പ്രോപ്പർട്ടി 80 lakhs. പക്ഷേ ഇവിടെ ആ സമയത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയാണ്, 90 lakhs. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഈസ് മോർ ദാൻ 10%. കോസ്റ്റിനെ ആക്ച്വൽ കൺസിഡറേഷനേക്കാളും 10% കൂടുതലാണ് SDV എന്നുണ്ടെന്നുണ്ടെങ്കിൽ then SDV ഈസ് ദി ഫെയർ വാല്യൂ കൺസിഡറേഷൻ. ഓക്കെ, ഫുൾ വാല്യൂ കൺസിഡറേഷനെ പിന്നെ നമ്മൾ അത് എടുക്കുക അല്ലേ. SDV ഓഫ് 90 lakhs since SDV ഓഫ് 90 lakhs exceeds ആക്ച്വൽ കൺസിഡറേഷൻ ഓഫ് 80 lakhs അല്ലേ. 80 lakhs ആണ് ആക്ച്വലി വിറ്റത്, പക്ഷേ ആ സമയത്ത് SDV 90 lakhs ആണ്. സോ 80 lakhsനേക്കാളും 10% കൂടിയിട്ടാണോ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉള്ള? യെസ് ആണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. 10% താഴെയാണെങ്കിലും ആക്ച്വൽ കൺസിഡറേഷൻ എത്രയാണോ അതന്നെ ഫുൾ വാല്യൂ കൺസിഡറേഷനിൽ എടുത്താൽ. സോ ഈ കാര്യം ശ്രദ്ധിക്കണേ. അതായത് നമ്മൾ വിൽക്കുന്ന ടൈമിലുള്ള SDV കൂടി തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം, വെദർ ആ SDV ആക്ച്വൽ കൺസിഡറേഷനേക്കാളും 10% കൂടി നിന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ കൂടി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആ 90 lakhs ആണ് നമ്മൾ FVC ആയിട്ട് എടുക്കുന്നത്, അതായത് ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യുമ്പോൾ എത്രയായിരുന്നു അന്ന് വാങ്ങിച്ച കോസ്റ്റ്? അതിലൊരു ഇതുണ്ട്, 88 lakhs അല്ല കേട്ടോ, ഇതൊരു 88 lakhs അല്ല, ഇറ്റ് ഈസ് 8.8 lakhs ആണ്. ഞാൻ ആലോചിച്ചത് 8.8 lakhs ആണ്, 8,80,000 ആണ്. പോയിന്റ് ഇടാൻ വിട്ടുപോയതാണ്. ഓക്കെ, സോ 8.8 lakhs ആണ് വാങ്ങിച്ച്. ഓക്കെ, സോ നമ്മൾ നേരത്തെ അതേ കാൽക്കുലേഷൻ, ആക്ച്വൽ കോസ്റ്റ് നോക്കുക, ഹയർ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓർ ലോവർ ഓഫ് FMVയും SDVയുടെ കമ്പാരിസൺ. സോ നമുക്ക് നോക്കാം. സോ ഓക്കെ, ഹയർ ഓഫ് ആക്ച്വൽ കോസ്റ്റ് 8,80,000 പ്ലസ് അതിൻ്റെ 10% ബ്രോക്കറേജ് കൊടുത്തെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ കൂട്ടുമ്പോൾ ആക്ച്വൽ കോസ്റ്റ് 8,88,800. അത് കമ്പയർ ചെയ്യണം. FMV എത്രയാണ് ടൈമിൽ 10.8 lakhs, SDV എത്രയാണ് 10 lakhs. ഇതിൻ്റെ ലോവർ ഏതാ SDV, ഇതും ഇതിൻ്റെ ഹയർ ഏതാ SDV. സോ 10 lakh will be കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. മനസ്സിലായില്ലേ? അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ നോക്കൂലടാ ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്, 8,88,800. പിന്നെ FMVയും SDVയും കമ്പയർ ചെയ്യും, അതിൻ്റെ ലോവർ എടുക്കും. FMV 10.8 ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, SDV 10 lakhs ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, അതിൻ്റെ ലോവർ ഏതാ SDV 10 lakh. ഇത് ഇനി ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുക, അതിൽ ഹയർ ഏതാണോ അത് എടുക്കുക. അതിൽ ഹയറാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ അതിൽ ഹയർ ഏതാ, ഈ 10 lakh ആണ് ഹയർ. സോ 10 lakh ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഈ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ SDV ഇതില്ല, ഫുൾ വാല്യൂ കൺസിഡറേഷൻ എടുക്കുമ്പോൾ SDVയുടെ ആ 10%ൻ്റെ കേസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ അതൊക്കെ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അങ്ങനെ സെയിൽ 90 lakhന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 10 lakh, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 lakh ഈസ് ദി എന്ത് നമ്മുടെ long term capital gain in case of house property. So total capital gain is 81,50,000, right? 1,50,000 in case of jewelry and 80 lakh in the case of നമ്മുടെ.
ഇനിയാണ് പ്രശ്നം. നമ്മുടെ LTCG ഇൻ കേസ് ഓഫ് നമ്മളെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് ജ്വല്ലറി ഡയറക്റ്റ് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് 12.5% എടുത്താൽ മതി. 18,750 കിട്ടും. സോറി 18 lakh അല്ല 18,750 കിട്ടും. 1,50,000 into 12.5%. നമ്മളെ ഹൗസ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്, ഹൗസ് പ്രോപ്പർട്ടിയാണ്, മോൾ പ്രോപ്പർട്ടിയാണ്. ദെൻ 23/7 മുന്നെയാണ്, 23/7 ശേഷമാണ് ട്രാൻസ്ഫർ. സോ ഡെഫിനറ്റ്ലി നമ്മൾ ആ കാൽക്കുലേഷൻ കൂടി ചെയ്ത് നോക്കേണ്ടി വരും. 20% വിത്ത് ഇൻഡെക്സേഷൻ. സോ ഇൻഡെക്സേഷൻ ചെയ്യുമ്പോൾ സിമ്പിൾ അല്ലേ? ഇവിടെ കാൽക്കുലേഷൻ നോക്കി 90 lakh ആണ് കൺസിഡറേഷൻ. നമ്മൾ ആ 10 lakh എന്താക്കി മാറ്റുക? ഇൻഡെക്സ്ഡ് ആക്കി മാറ്റുക. ഇൻഡെക്സ്ഡ് ആക്കി മാറ്റുമ്പോൾ വിൽ ഗെറ്റ് 53,70,000. സോ 36,30,000 കിട്ടും. ഓക്കെ, അതിൽ നിന്ന് 90,000 36,30,000 കുറക്കുമ്പോൾ വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആസ് 53,70,000. സോ 53,70,000 ആണ് നമുക്ക് നേരത്തെ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ എത്രയായിരുന്നു? 80 lakh ആയിരുന്നു നേരത്തെ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ ഒന്നെങ്കിൽ 53,70,000 20%, അല്ലാന്നുണ്ടെങ്കിൽ 80 lakh 12.5%, വിച്ച് എവർ ഈസ് ലോവർ ആയിട്ട് നമുക്ക് എടുക്കാം. എന്ത് വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് എടുക്കാം ടാക്സ് ആയിട്ട് ഇൻ കേസ് ഓഫ് LTCG. സോ ഇവിടെ 53,70,000 20% എടുക്കുമ്പോൾ 10,74,000 കിട്ടും. വിത്തൗട്ട് ഇൻഡെക്സേഷൻ ചെയ്ത് നോക്കുമ്പോൾ 80 lakh 12.5% എടുക്കുമ്പോൾ 10 lakh കിട്ടും. ഇതിൽ ഏതാണോ ലോവർ അത് എടുത്താൽ മതി. ഇതിലേതാ ലോവർ? നമ്മൾ വിത്തൗട്ട് ഇൻഡെക്സേഷൻ തന്നെയാണ് ലോവർ. സോ അത് ഞാൻ ഡയറക്റ്റ്ലി കൺസിഡർ ചെയ്ത് ടാക്സ് ആയിട്ട്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതാ പറഞ്ഞിട്ടില്ല ആ ഡയലോഗ്, അതായത് ആ നോട്ട് ലോങ് ടേം ആപ്ലിക്കേഷൻ ലാൻഡ് ഓർ ബിൽഡിംഗ് ആണ്, ബിഫോർ അക്വയർ ചെയ്തതാണ്, ട്രാൻസ്ഫർ ചെയ്തത് 23/7 റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്. അങ്ങനെ 2 രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ബെനിഫിഷ്യൽ അത് എടുത്താൽ മതി എന്ന് പറഞ്ഞ്. അതിൽ ബെനിഫിഷ്യൽ ആയത് നമുക്ക് വിത്തൗട്ട് ഇൻഡെക്സേഷൻ തന്നെയാണ്. രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. 10 lakh കഴിഞ്ഞു. ടോട്ടൽ ടാക്സ് എത്രയാണ് അപ്പം? 10,18,750. സർചാർജ് വരൂലേ? 1 crore എക്സീഡ് ചെയ്തിട്ടുണ്ട്. അല്ല, 1 crore എക്സീഡ് ചെയ്തിട്ടില്ലല്ലോ, 50 lakh അല്ലേ എക്സീഡ് ചെയ്തിട്ടുള്ളൂ. 50 lakh 1 crore കടത്തില്ല. 81,50,000 അല്ലോ ടാക്സബിൾ ഇൻകം. സോ 50 lakh ആയതുകൊണ്ട് തന്നെ 10% സർചാർജ് വരും. സോ 10% സർചാർജ് ഇട്ടു, ടോട്ടൽ കിട്ടി. അതിൽ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. സോ ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഈസ് ടോട്ടൽ കിട്ടി. ഓക്കെ, സോ ദിസ് 2 questions ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയും വെരി ഇമ്പോർട്ടൻ്റ് എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കമ്മിങ് എക്സാമിന് CA ഇൻ്റർ CM ഇൻ്ററിന് പ്രതീക്ഷിക്കാം. കാരണം ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റ്യൻ എന്തായാലും വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി ഇൻഡെക്സേഷൻ്റെ ഈ കളി വെച്ചിട്ടുള്ള വിത്ത് ഇൻഡെക്സേഷനും വിത്തൗട്ട് ഇൻഡെക്സേഷൻ വെച്ചിട്ടുള്ള ഇതായിരിക്കും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കണം, അതായത് ഈവൻ ക്വസ്റ്റ്യനിൽ തരാൻ നോൺ റെസിഡൻറ്റ് തരികയാണെങ്കിൽ പിന്നെ വിത്തൗട്ട് ഇൻഡെക്സേഷൻ നോക്കേണ്ട ആവശ്യമില്ല, സോറി വിത്ത് ഇൻഡെക്സേഷൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആ ഈവൻ ഡേറ്റ് അടക്കം ഇമ്പോർട്ടൻ്റ് ആണ്. 23/7 എന്നുള്ള ഡേറ്റിന് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരിക്കണം, 23/7 ശേഷം ട്രാൻസ്ഫർ ചെയ്തതും ആയിരിക്കണം, ഇമ്മൂൾ പ്രോപ്പർട്ടി ആയിരിക്കണം. അതാണ് അടുത്ത കണ്ടീഷൻ. അപ്പോൾ ഇതൊക്കെ മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇത് നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ. സോ ഡു ദീസ് ക്വസ്റ്റ്യൻസ്. ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പം ഏകദേശം നല്ല ഈ പറഞ്ഞ സാധനം കത്തും. അപ്പം അഗെയിൻ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പോൾ അമെൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. താഴെ എന്തെങ്കിലും സജഷൻ ഫീഡ്ബാക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പറയണ്ടല്ലോ, മറക്കരുത്. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ബൈ.